Hello dear students, welcome to third lecture of the decision theory. In the third lecture, we are going to discuss the decision making under the risk and expected value of the perfect information. The last lecture we discussed the decision making under uncertainty, and here we are discussing the decision making under the risk and expected value of the perfect information. How to take the decision as per the risk. We are using the expected monetary value and expected opportunity loss for taking the decision under the risk, and after that how to find out the expected value of the perfect information. And these are the important contents of this lecture. There is a decision making under the risk and the expected value of the perfect information. Okay, and let us discuss the first important element, the decision making under the risk. And the first situation is the decision making and the uncertainty. As uncertainty point of view, the probability is not important. But here, the decision making under the risk, we are considering the probability. The probability is one of the important elements for taking the decision under the risk. So, in order to take the decision under the risk, we are using the two important elements, two important criteria. The one is the expected monetary value, and another one is expected opportunity loss. These are the two important criterions are using under the decision making under the risk. But decision making under risk, we decisions എടുക്കാൻ രണ്ട് ക്രൈറ്റീരിയ ആണ് ഇവിടെ യൂസ് ചെയ്യുക. റിസ്ക് വരുമ്പോൾ അതിന് ഒന്നാണ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആൻഡ് രണ്ടാമത്തെയാണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്. ഈ രണ്ട് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന കൺസെപ്റ്റിൽ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത്. Okay, how to find out the expected monetary value and how to find out the expected opportunity loss. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഡിസിഷൻ മേക്കിങ്ങിൽ മൂന്ന് സിറ്റുവേഷനുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? വൺ ഈസ് സർട്ടനിറ്റി പോയിന്റ് ഓഫ് വ്യൂ, അനദർ വൺ ഈസ് റിസ്ക് പോയിന്റ് ഓഫ് വ്യൂ, അനദർ വൺ ഈസ് അൺസർട്ടനിറ്റി പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് അൺസർട്ടനിറ്റിയിലാണ് ഏറ്റവും ഹയർ റിസ്ക് വരുന്നത്. ദെൻ അതിന് താഴെ റിസ്ക് വരുന്നു. ദെൻ സർട്ടനിറ്റിയിൽ അങ്ങനെ റിസ്ക് അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ റിസ്ക് എന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുക? അപ്പോൾ റിസ്ക് എന്ന പോയിന്റ് ഓഫ് വ്യൂ ഡിസിഷൻസ് എടുക്കുക രണ്ട് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുന്നത്. വൺ ഈസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, അനദർ വൺ ഈസ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്. ഓക്കെ, ലെറ്റ് ഡിസ്കസ് ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ പ്രകാരം നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്? ഓക്കെ, ദ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ വി ആർ കൺസിഡറിംഗ് ദ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ ഈ റിസ്ക് എന്ന മെത്തേഡിൽ പ്രോബബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. Okay, as per the expected monetary value, it's like a statistical techniques in the risk management, and we are calculating the risk, and we are considering the probability of the occurrence of the state of nature. But a state of nature alla probability നമ്മൾ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ലാപ്ലേസ് ക്രൈറ്റീരിയൻ ചെയ്യണ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്ത് അതേ കാര്യം തന്നെ. പക്ഷെ ലാപ്ലേസിൽ വന്നപ്പോൾ നമ്മൾ ഈച്ച് സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് എന്താണ് ഈക്വൽ ആയിട്ടാണ് പ്രോബബിലിറ്റി കൊടുത്തത്. പക്ഷേ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ മെത്തേഡിൽ വരുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരിക്കലും ഈക്വൽ പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റ് കാണാൻ സാധിക്കില്ല. വളരെ റയറായിട്ട് ഈക്വൽ പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കും. എന്താണ് പ്രോബബിലിറ്റി നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കും. ഒരു പേ ഓഫ് ടേബിൾ ആണ് ഇവിടെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പേ ഓഫ് ടേബിൾ തന്നിരിക്കേണ്ടായിരിക്കും. പേ ഓഫ് ടേബിളിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ കറസ്പോണ്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, ലെറ്റ് ഡിസ്കസ് എ കൺസെപ്റ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ദർ ഇസ് എ പേ ഓഫ് ടേബിൾ തന്നിരിക്കുകയാണ്. The pay of table നമുക്കറിയാം, there is a combination of the act and state of nature. There is a state of nature S1, S2, act is A1, A2. The probability for the state of nature S1, S2 തന്നിട്ടുണ്ട് 0.6 ഉം 0.4 ആണ് പറഞ്ഞേക്കാണ്. So that means നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബബിലിറ്റി സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കും. നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് പ്രോബബിലിറ്റി സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കും. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ലാപ്ലേസ് ക്രൈറ്റീരിയ ചെയ്ത അതേ കാര്യങ്ങൾ. പക്ഷേ ലാപ്ലേസ് ക്രൈറ്റീരിയ എന്ന കൺസെപ്റ്റ് വന്നപ്പോൾ നമുക്ക് ഒരിക്കലും പ്രോബബിലിറ്റി തന്നിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് അസ്യൂം ചെയ്തു. പക്ഷേ ഇവിടെ പ്രോബബിലിറ്റി തരും. ആ പ്രോബബിലിറ്റി വെച്ചുകൊണ്ട് മാത്രം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പേ ഓഫ് ടേബിളിൽ തന്നെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് ആക്ട് വൈസ് തന്നെ. ഓക്കെ, സോ ഇത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി തന്നിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ടേബിൾ റീകൺസ്ട്രക്ട് ചെയ്യാണ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1, S2, ഇത് S1 ആണ്. മിസ്റ്റേക്ക് ഇസ് S1 ആൻഡ് S2.
അപ്പോൾ S1ൻ്റെ 0.6 ആണ്, ദെൻ S2ൻ്റെ 0.4 ആണ്. ഇത് S1 ആണ്, ശ്രദ്ധിക്കുക, ഇത് S1 ആണ്, S1 ആൻഡ് S2 ആണ്, ഇത് S1ഉം ഇത് S2 ആണ്. അപ്പോൾ S1ൻ്റെ 0.6 ആണ്, S2ൻ്റെ 0.4 ആണ്. അപ്പോൾ S2ൻ്റെ 0.6 ഉണ്ട്, S1ൻ്റെ 0.4. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് കൂടെ S2 എന്നാണ് എഴുതിയിട്ടുള്ളത്, S1ഉം ഇത് S2 ആണ്. അപ്പോൾ S1ൻ്റെ 0.6, S2ൻ്റെ 0.4. അപ്പോൾ നമ്മൾ ഇത് പ്രോബിലിറ്റി കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ പ്രോബിലിറ്റി എഴുതി. ഓക്കെ, ഇനി ആക്റ്റുകൾ നമുക്കറിയാം 30, ദെൻ 35, 20, 30 അതൊക്കെ അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു. ശ്രദ്ധിക്കുന്ന ആക്ട് വൈസ് ആണ് കാൽക്കുലേഷൻസ് വരാം. അപ്പോൾ ഓരോ ആക്ട് വൈസും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആക്ട് 1 30 × 0.6 പ്ലസ് 35 × 0.4, 30 × 0.6 പ്ലസ് 35 × 0.4. അപ്പോൾ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം അവിടെ നമുക്ക് ടോട്ടൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എല്ലാ നേരെ മറിച്ച് ആ പ്ലേസിൽ ഈ ടോട്ടൽ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ അങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോബിലിറ്റിക്ക് ഡിഫറൻ്റ് ആണ്. ഓരോ ആക്ടിന് ഡിഫറൻറ്റ് പ്രോബിലിറ്റി ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇത് ഒക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ 30 ദ ഫസ്റ്റ് ആക്ട് അതിനെ കറസ്പോണ്ടുന്ന പ്രോബിലിറ്റി 0.6 പ്ലസ് അതിൻ്റെ സെക്കൻഡ് വൺ 35 × 0.4. സോ ദ വാല്യൂ ഇസ് 32. കിട്ടുന്ന വാല്യൂ 32 ആണ്. അതുപോലെ A2 20 × 0.6 പ്ലസ് 30 × 0.4. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ 24 ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എടുത്ത് എഴുതി ആ പ്രോബിലിറ്റിയും ദെൻ ആക്ട് വൈസ് വരുന്ന ആ കൺസെപ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ ആക്റ്റും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കിട്ടുമ്പോൾ ആക്ട് 1ന് ഇവിടെ 32 കിട്ടി, ആക്ട് 2ന് ഇവിടെ 24 കിട്ടി. ആക്ട് 1ന് കിട്ടിയത് 32 ആണ്, ആക്ട് 1ന് 24 ആണ് കിട്ടിയത്. ഇതിൽ ഹയസ്റ്റ് ഏതാണ് അതായിരിക്കും എൻ്റെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ഇവിടുത്തെ ഹയസ്റ്റ് വരുന്നത് ഏതാണ്? ഇവിടെ 32 ആണ്. ദാറ്റ് മീൻസ് A1 കറസ്പോണ്ട് ചെയ്യുന്നതാണ് ഹയസ്റ്റ് വരുന്നത്. A1 ആണ് ഹയസ്റ്റ് വരുന്നത്, ദാറ്റ് ഇസ് 32. സോ A1 ഇസ് ഗ്രേറ്റർ. ദ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ വന്നത് 32 ആണ്. 32 മീൻസ് A1 ആണ് ഇവിടെ ഹയസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് A1 ആണ്. A1മായി കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 32നെയാണ് ഇവിടെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ ഇസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ലിസൺ, ആസ് ദ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ മെത്തേഡിൽ നമുക്ക് പ്രോബിലിറ്റി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും. ഒരു പേ ഓഫ് ടേബിൾ ആണ്. പേ ഓഫ് ടേബിളിനാണ് ഇമ്പോർട്ടൻസ്. പേ ഓഫ് ടേബിൾ തന്നിരിക്കും. ആ പേ ഓഫ് ടേബിളിനെ കറസ്പോണ്ട് ചെയ്യുന്ന പ്രോബിലിറ്റീസ്, ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഉള്ള പ്രോബിലിറ്റി പറയും. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ പ്രോബിലിറ്റി നമ്മൾ ഡ്രോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ടേബിളിനെ റീകൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ആക്ട് വൈസ് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ ആക്ട് വൈസിനെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരിക്കലും സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് ഇമ്പോർട്ടൻസ് ഇല്ല. എല്ലാ സൊല്യൂഷനിലും ആക്ടിനാണ് ഇമ്പോർട്ടൻസ്. ഓപ്പോസിറ്റ് ലോസ് കാണാൻ മാത്രമേ നമുക്ക് എന്ത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഇമ്പോർട്ടൻസ് പോകുന്നുള്ളൂ. അവിടെ ആദ്യത്തെ ആക്ട് 1ൻ്റെയാണ് കണ്ടുപിടിക്കുക. ആക്ട് 1ൻ്റെ കറസ്പോണ്ട് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 30 × 0.6 ആൻഡ് പ്ലസ് 35 × 0.4 32. അടുത്തത് A2ൻ്റെയാണ് 20 × 0.6 പ്ലസ് 30 × 0.4. അപ്പോൾ 32 ഉം 24 ആണ്. ഇതിൽ ഈ ആക്ടുകൾ ഏറ്റവും ഹയസ്റ്റ് വരുന്ന എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ അതായിരിക്കും എൻ്റെ ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് A1ൻ്റെയാണ്, 32 ആണ്. അതായിരിക്കും എൻ്റെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ദാറ്റ് ഇസ് 32 ആയിരിക്കും എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആയിട്ട് വരാം. ദാറ്റ് 32 ഈസ് യുവർ ദ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ദാറ്റ്സ് ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. Okay, then another one is expected opportunity loss table. This EOL എന്നാണ് പറയും. ഇവിടെ EME എന്ന് പറയും, ഇവിടെ EOL എന്ന് പറയും. EOL എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ലോസിനാണ് ഇമ്പോർട്ടൻസ്. ഓപ്പർച്യൂണിറ്റി ലോസിനെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓപ്പർച്യൂണിറ്റി ലോസ് വെച്ചുകൊണ്ടാണ് ഇവിടെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പേ ഓഫിനല്ല ഇമ്പോർട്ടൻസ്, എന്താണ് ഓപ്പർച്യൂണിറ്റി ലോസിനെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആസ് പെർ ദ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ക്രൈറ്റീരിയൻ ഈസ് എ ടെക്നിക് യൂസ് ടു മേക്ക് ദ ഡിസിഷൻ അണ്ടർ ദ അൺസർട്ടനിറ്റീസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൺസർട്ടനിറ്റീസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂലാണ്. ഇവിടെ പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. പ്രോബിലിറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യണത്. പക്ഷെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളിനെയാണ് ഇമ്പോർട്ടൻസ്. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ആണ് തന്നിരിക്കുന്നത്, അത് വെച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ പേ ഓഫ് ആണ് തന്നെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഓപ്പർച്യൂണിറ്റി ലോസ് ആക്കി ടേബിളാക്കി മാറ്റിയിട്ട് വേണം പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ലോസിനെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഓപ്പർച്യൂണിറ്റി ലോസ് വെച്ചുകൊണ്ട് അവരുടെ ക്രൈറ്റീരിയൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് ദർസ് ദർസ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന കൺസെപ്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കാണ്. ഓക്കെ, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കാണാം. ഒരു പേ ഓഫ് ടേബിൾ തന്നിരിക്കുകയാണ്. പേ ഓഫ് ടേബിൾ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആൻഡ് ആക്ട് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്.
അതിൻ്റെ S1 S2 A1 ആക്ട് 1 ആക്ട് 2 തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഇവിടെ S1 ആണ് ശ്രദ്ധിക്കുന്നത്, S2 അല്ല S1. S1ൻ്റെ 0.6, S2ൻ്റെ 0.4. ഓക്കെ, S1ൻ്റെ 0.6, S2ൻ്റെ 0.4. ഇവിടെ S1 S2 നേരത്തെ നമ്മൾ കറക്റ്റ് ചെയ്തു, ഇവിടെ S1 ആണ്. അപ്പോൾ S1 ആൻഡ് S2 0.6 ആൻഡ് 0.4 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പേ ഓഫ് ടേബിൾ തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പേ ഓഫ് ടേബിൾ വെച്ച് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് ഓപ്പോസിറ്റ് ലോസ് ടേബിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ലോസ് ടേബിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഹയസ്റ്റ് വരുന്നത് 30. അപ്പോൾ 30 - 30 ആൻഡ് 30 - 20. ദെൻ രണ്ടാമത്തേൽ 35. അപ്പോൾ 35 - 35, ദെൻ 35 - 30. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓപ്പോസിറ്റ് ലോസ് ടേബിൾ. അപ്പോൾ S1 S2 0 0 8 10 5 ഇതായിരിക്കും എൻ്റെ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ. കാരണം ഇവിടെ 0 0 ദെൻ 0 0 ആൻഡ് 10 5 ഇതാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ. കാരണം ആ ലെസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂസ്, അതാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ വരാം. ഇനി നമുക്കറിയാം കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഉണ്ട്. S1ഉം S2ൻ്റെയും 0.6ഉം 0.4 ആണ്. S1ഉം S2ൻ്റെ 0.6ഉം 0.4 ആണ്. അപ്പോൾ S1ൻ്റെയും S2ൻ്റെയും 0.6ഉം 0.4 ആണ്. 0.6ഉം 0.4 ആണ്. നമ്മൾ കറക്റ്റ് ചെയ്തൂടെ S1 ആണ്. S1ൻ്റെയും S2ൻ്റെയും 0.6ഉം 0.4. അപ്പോൾ നമ്മൾ എടുത്ത് എഴുതി 0.6ഉം 0.4 എടുത്ത് എഴുതി. ഇത് നേരത്തെ ചെയ്ത അതേ ലോജിക്ക് തന്നെ കറസ്പോണ്ടിങ് ആക്റ്റും പ്രോബിലിറ്റിയും മതി. 0 × 0.6 പ്ലസ് 0 × 0.4 ദാറ്റ് മീൻസ് 0. അടുത്ത A2ൻ്റെ 10 × 0.6 ആൻഡ് 5 × 0.4 5 × 0.4 ദാറ്റ്സ് 8. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആക്ട് വൈസ് തന്നെ സൊല്യൂഷനൊക്കെ വരുമ്പോൾ ആക്ട് വൈസ് ആണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റി ലോസിനെ വെച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പേ ഓഫ് ടേബിൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ആക്കി മാറ്റി അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എഴുതി ആ പ്രോബിലിറ്റി ഇൻറ്റു ആക്ട് വൈസ് വരുന്ന വാല്യൂസിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആക്ട് 1ൻ്റെ EOയിൽ വരുന്നത് 0 ആണ്. ആക്ട് 2ൻ്റെ EOയിൽ വരുന്നത് മീൻസ് 8 ആണ്. സോൾവ് ചെയ്ത് 8 ആണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ലോസ് ടേബിളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് ഏതാണ്? അതാണ് അതിൻ്റെ എക്സ്പെക്ട് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയും. ഇവിടെ ലീസ്റ്റ് വരുന്നത് 0 ആണ്. 0 എന്ന് പറയുന്നത് A1 ആണ്. A1 ആണ് ഇവിടുത്തെ ഏറ്റവും ലീസ്റ്റ്. ദെർഫോർ സ്ട്രാറ്റജി A1 മേ ബി ചൂസൺ. അപ്പോൾ അതുകൊണ്ട് A1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഏറ്റവും ലീസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് പറയുമ്പോൾ അവിടെ ഹയസ്റ്റ് ആണ്, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് സെലക്ട് ചെയ്യുക. പക്ഷേ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ലീസ്റ്റ് വരുന്ന വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഏറ്റവും ലീസ്റ്റ് വരുന്ന വാല്യൂ 0 ആണ്. 0 കറസ്പോണ്ട് ചെയ്യണത് A1 ആണ്. അപ്പോൾ A1 ആണ് ഇവിടെ സെലക്ട് ചെയ്യണം. അതാണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആണെങ്കിൽ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ആണെങ്കിൽ ഇവിടെ പ്രോബിലിറ്റി എന്ന കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രോബിലിറ്റി അവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും. ആ പ്രോബിലിറ്റി വെച്ചുകൊണ്ട് മാത്രം പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളിനെ ബേസ് കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ കണ്ടുപിടിക്കണം. അതിനുശേഷം കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എഴുതി ആ പ്രോബിലിറ്റി ഇൻറ്റു ആക്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് വരുന്ന ലീസ്റ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതാണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂവിൽ അവിടെ ഹയസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് 32 ഹയസ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണം. Okay, these are two situations for the decision making under risk. One is expected monetary value, another one is expected opportunity loss. ഇത് രണ്ടാണ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതിൽ വരുന്ന ഇവിടെ ഹയസ്റ്റ് സെലക്ട് ചെയ്യും, ഇവിടെ ലീസ്റ്റും സെലക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ. ഇതുമായി കണക്ട് ചെയ്തെടുക്കുന്ന ഒരു ടീമാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടീമാണ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ. That's a EVPI എന്നാണ് പറയുക. EVPI means expected value of the perfect information. That's the expected value of the perfect information. The expected value എങ്ങനെയാണ് കണ്ടുപിടിക്കുക? That means expected value with the perfect information minus maximum EMV. ഇത് അങ്ങനെയാണ് കണ്ടുപിടിക്കുക. Expected value of the perfect informations കണ്ടുപിടിക്കാനുള്ള ലോജിക് എന്ന് പറയുന്നത് expected value with the perfect information minus the maximum EMV. എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ കണ്ടുപിടിക്കുന്നത്? ദാറ്റ് മീൻസ് ബെസ്റ്റ് ഔട്ട്കം ഫോർ ദ കോൺസിക്വൻസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ പ്ലസ് സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് പ്ലസ് തേർഡ്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്റ്റഡ് വാല്യൂ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ കണ്ടുപിടിക്കുന്ന നോർമൽ ഫോമുലയാണ് ബെസ്റ്റ് ഔട്ട്കംസ് ഫോർ ദ കോൺസിക്വൻസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ആൻഡ് അനദർ വൺ ഇസ് സെക്കൻഡ് ആൻഡ് പ്രോബിലിറ്റി ഓഫ് ദ സെക്കൻഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ പെർഫെക്റ്റ് ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ, എക്സ്പെക്റ്റഡ് ഔട്ട്കം വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ. ഇവിടെ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് തിയറിറ്റിക്കൽ എലമെന്റ് കൂടുതൽ പ്രോബ്ലത്തോട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ലെറ്റ് ഡിസ്കസ് ദ കൺസെപ്റ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ വിത്ത് എൻ പ്രോബ്ലം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ പി ഓഫ് ടേബിളിനാണ് ഇമ്പോർട്ടൻസ്. പി ഓഫ് ടേബിളിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ്.
പേ ഓഫ് ടേബിൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് നോർമലായിട്ട് ചെയ്യുക. അപ്പോൾ പേ ഓഫ് ടേബിൾ ആണ് നമ്മൾ തന്നിരിക്കേണ്ടത്. പേ ഓഫ് ടേബിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സെലക്ട്. പേ ഓഫ് ടേബിൾ തന്നിട്ടില്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ലിസൺ, ദിസ് എ പേ ഓഫ് ടേബിൾ. പേ ഓഫ് ടേബിൾ നമുക്ക് സ്റ്റേറ്റ് ഓഫ് നേച്ചേഴ്സ് ഉണ്ടായിരിക്കും, ആക്ട് ഉണ്ടായിരിക്കും. അപ്പോൾ S1, S2, S3 3 സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ട്, 3 ആക്ട് ഉണ്ട്, A1, A2, A3 ആക്ട്. ഇതാണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നത്. നമുക്കറിയാം എപ്പോഴും ഇവിടെ പ്രോബിലിറ്റി സ്പെസിഫൈ ചെയ്ത് പറയും, കാരണം ഇതൊക്കെയും റിസ്ക്കുമായി റിലേറ്റഡ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി പറഞ്ഞേക്കാം. അപ്പോൾ S1 ശ്രദ്ധിക്കുക, S1, S2, S3 ശ്രദ്ധിക്കുക. ഇവിടെ S2 എന്ന് എഴുതി പോയിട്ടുണ്ട്. S1, S2, S3, S1, S2, S3, കാരണം ഇത് S2 അല്ല S1 ആണ്. S1, S2, S3, 0.5, 0.4 ആൻഡ് 0.1. അപ്പോൾ ഇവിടെ S1, S2, S3. അപ്പോൾ S1ന്റെ S2ന്റെ S3യുടെ 0.5, 0.4, 0.1 ആണ്. ഇതാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിത് റീകൺസ്ട്രക്ട് ചെയ്യാണ് പ്രോബിലിറ്റി വെച്ചുകൊണ്ട്. S1, S2, S3. ദെൻ S1ന്റെ പ്രോബിലിറ്റി 0.5, S2ന്റെ പ്രോബിലിറ്റി 0.4, S3യുടെ പ്രോബിലിറ്റി 0.1. S1, S2, S3, S1 0.5, S2 0.4, S3 0.1. ദെൻ അതിൻ്റെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ആക്ട് അത് അങ്ങനെ തന്നെ സ്പെസിഫൈ എടുത്ത് എഴുതി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന അറിയാം EMV കണ്ടുപിടിക്കാം. എക്സ്പെർട്ട് മോണിറ്ററി വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. EMV അറിയാം. അതിൽ EMV എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ, നമ്മൾ മാക്സിമം ആണ് സെലക്ട് ചെയ്യുക. അത് EMVയിൽ അങ്ങനെ തന്നെ മാക്സിമം EMV ആണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആക്ട് 1നെ കണ്ടുപിടിക്കാം. അപ്പോൾ 30 × 0.5 പ്ലസ് 20 × 0.4 പ്ലസ് 40 × 0.1 27. A2 25 × 0.5 plus 35 × 0.4, then 30 × 0.1, so it's 29.5. And A3 22 × 0.5 plus 20 × 40, 0.4, 20 × 0.4, then 35 × 0.1, so that means 22.5. Then അപ്പോൾ EMV നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ പഠിച്ചു അതേ കൺസെപ്റ്റ്. EMV ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. EMV കണ്ടുപിടിച്ചപ്പോഴും ആക്ടുകൾക്കാണ്. ഇതൊക്കെ ആക്ടിനാണ് ഇമ്പോർട്ടൻസ്. ഓരോ ആക്ട് വൈസ് വരുന്ന വാല്യൂസ് അത് കറസ്പോണ്ട് ചെയ്യുന്ന പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ EMV ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 30, 20, 40 മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0.5, 0.4, 0.1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. നമ്മൾ ഓരോ കറസ്പോണ്ട് 30, 20, 40, 30, 20, 40, 25, 35, 30, 25, 35 ആൻഡ് 30. മൂന്നാമത്തേത് 22, 20, 35, 22, 20, 35. അപ്പോൾ അത് കറസ്പോണ്ട് പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഓരോ ആക്ട് വൈസ് ആണ് ചെയ്യുന്നത്. ഓരോ ആക്ട് വൈസും കണ്ടുപിടിച്ചു. ദെൻ അതിനുശേഷം അതിൻ്റെ മോണിറ്ററി വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഏതാണ്? ഹയസ്റ്റ് 29.5. ഇതാണ് ഹയസ്റ്റ്. അപ്പോൾ EMV ഈസ് A2നെയാണ് വരുന്നത്. ഇറ്റ്സ് 29.5. ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 29.5 ആണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാക്സിമം EMV ദാറ്റ് മീൻസ് 29.5. ഈ 29.5 ആണ് നമുക്ക് വരുന്ന മാക്സിമം വരുന്ന EMV ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടുത്തെ മാക്സിമം EMV കിട്ടി. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ അടുത്ത് കണ്ടുപിടിക്കും. എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഹയസ്റ്റ് ദാറ്റ് മീൻസ് കൺസിഡർ ദ ഹയസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദ എവറി റോ. ശ്രദ്ധിക്കുക, ഇനി സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസിലാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിഡർ ദ ഹയസ്റ്റ് പ്രോഫിറ്റ് ഇൻ എവറി റോ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഹയസ്റ്റ് വരുന്ന വാല്യൂ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഹയസ്റ്റ് വരുന്ന പ്രോഫിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിളിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഹയസ്റ്റ് വരുന്നത് ആദ്യത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഹയസ്റ്റ് വരുന്നത് 30 ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഹയസ്റ്റ് വരുന്നത് 35 ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഹയസ്റ്റ് വരുന്നത് 40 ആണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഹയസ്റ്റ് വരുന്ന എലമെന്റ് സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ കൺസിഡർ ദ ഹയസ്റ്റ് പ്രോഫിറ്റ് ഇൻ റോ വൈസ്. റോ വൈസ് മീൻസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ആണ് ഇവിടെ. സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ്. ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ് ഹയസ്റ്റ് വരുന്ന വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ 30 × 25 × 22 ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് 30 ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ഹയസ്റ്റ് 20 × 35 × 20 ഉണ്ട്. അപ്പോൾ 35 ആണ് ഹയസ്റ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ 40 × 30 × 35 ഉണ്ട്. ദാറ്റ്സ് 40 ആണ് ഹയസ്റ്റ്. ആ ഹയസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യും. അതാണ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ദാറ്റ്സ് ബെസ്റ്റ് കോൺസിക്വൻസ് ബെസ്റ്റ് ഔട്ട്കം ഓഫ് ദ കോൺസിക്വൻസ് ഫോർ ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ വരുന്ന ഹയസ്റ്റ് ബെസ്റ്റ് ഈസ് ദ 30. അതുകൊണ്ട് അവിടെ പറഞ്ഞത് ഇറ്റ്സ് എ ബെസ്റ്റ് ഔട്ട്കം ഫോർ ദ കോൺസിക്വൻസ് ഫോർ ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചെയ്തു. ദെൻ ഇനി അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇങ്ങനെ എത്രയുണ്ടോ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു.
നമുക്കറിയാം S1 S2 S3 മാക്സിമം പേ ഓഫ് ഈച്ച് റൂമിൽ സെലക്ട് ആദ്യത്തിൻ്റെ 30 ആണ്, രണ്ടാമത്തിൻ്റെ തന്നെ 35 വരുന്നത്. S3യുടെ എത്ര സെലക്ട് ചെയ്തു? 40 സെലക്ട് ചെയ്തു. അപ്പോൾ 30 സെലക്ട് ചെയ്തു. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസും മാക്സിമം S1ൽ 30 ആണ്, S2ൽ 35 ആണ്, S3ൽ 40 ആണ്. അപ്പോൾ S3ൽ 40 ആണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി നമ്മൾ ഓൾറെഡി അറിയാം. അത് 0.5 0.4 0.1. S1ൻ്റെ കറസ്പോണ്ടിങ് 0.1, S2ൻ്റെ 0.4 ആണ്, S3യുടെ 0.1 ആണ്. അപ്പോൾ S1ൻ്റെ 0.5, S2ൻ്റെ 0.4, ദെൻ S3യുടെ 0.1. ഇനി ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. S1 30 കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 0.5, ദെൻ S2 35 കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 0.4, S3യുടെ 40 and കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 0.1. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് കിട്ടും. ആ വാല്യൂസിൻ്റെ ടോട്ടൽ എടുക്കുക. അതാണ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ. ദിസ് EVPI എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ. ദാറ്റ് ഈസ് 33. എക്സ്പെക്ട് വാല്യൂ വിത്ത് പെർഫെക്റ്റ് വിത്ത് ആണ് കേട്ടോ. ഇത് വിത്ത് പെർഫെക്റ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആണ്. എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ്റെ ടോട്ടൽ ആണ് 15 + 14 + 4 ദാറ്റ്സ് 29 + 4 33. 33 ആണ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സൊല്യൂഷൻ ദ ബെസ്റ്റ് ഔട്ട്കം ഫോർ ദ കോൺസിക്വൻസ് ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തു ഇവിടെ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ 0.5, സെക്കൻഡ് നേച്ചർ 0.4, ദെൻ തേർഡ് ഈസ് 0.1. അപ്പോൾ മാക്സിമം പ്രോബിലിറ്റി 1 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ഇവിടെ 0.5 0.4 0.1 അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആ ടോട്ടലാണ് 33. അത് തന്നെയാണ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ കിട്ടി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. EVPI മീൻസ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ മൈനസ് മാക്സിമം EMB. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയ എത്രയാണ്? 33. 33 is expected value with the perfect information minus maximum EMB നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? 29.5. 29.5 is the maximum EMB. So the EVPI, real EVPI, the expected value of perfect information, expected value of the perfect information is the 3.5. That's the expected value of the perfect information. Okay, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ പെർഫെക്റ്റ് ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം. മോണിറ്ററി വാല്യൂ ഐഡന്റിഫൈ ഓൾറെഡി പഠിച്ച കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഓരോ ആക്ട് വൈസും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന EMB എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഏതാണ് വരുന്നത്? അതാണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഹയസ്റ്റ് വരുന്നത് ഏതാണ്? ഇവിടെ 82 ഹയസ്റ്റ് വരുന്നത്. അതുതന്നെ 29.5 ആണ് ഹയസ്റ്റ്. അതിനുശേഷം നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ്, ഇത് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നാണ് ഇമ്പോർട്ടൻസ്. സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ വരുന്ന ഹയസ്റ്റ് പ്രോഫിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് ഹയസ്റ്റ് പ്രോഫിറ്റ് 30. ഇതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഹയസ്റ്റ് 30. S2ൽ വരുന്ന ഹയസ്റ്റ് ഇസ് 35. Then S3ൽ വരുന്ന ഹയസ്റ്റ് ഇസ് 40. ഇത് കൺസിഡർ ഹയസ്റ്റ് പ്രോഫിറ്റ് എവരി അത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വൈസ്. അപ്പോൾ ആദ്യത്തെ ഹയസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ S1 30, S2 35, S3 40 മാക്സിമം സെലക്ട് ചെയ്തു. ദെൻ മൾട്ടിപ്ലൈ വിത്ത് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. നമുക്കറിയാം പ്രോബിലിറ്റിൻ്റെ എത്രയാണ്? 0.5 0.4 0.1. S1 S2 S3 is 0.5 0.4 0.1. ഓക്കെ, അപ്പോൾ ഇവിടെ 0.5, ഇവിടെ 0.4, ഇവിടെ 0.1. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. 30 × 0.5 that's 15. Then 30 × 0.5 is 15. 35 × 0.5 14 and 40 × 0.1 is 4. The total എടുക്കുക is 33. The sigma is 15 + 14 + 4 33. അപ്പം എന്ത് കിട്ടി? നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ കിട്ടി. അപ്പോൾ EVPI മീൻസ് എക്സ്പെക്റ്റഡ് വാല്യൂ ദ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ മൈനസ് EMB മാക്സിമം EMB. That's a 33. 15 + 14 + 4 this is a 33. 33 minus is a 29.5. It's a 29.5. That's a 3.5 is your expected value of the perfect information. This is the expected value with the perfect information, and this is the expected value of the perfect information. The 33.5 is the expected value expected value of the perfect information. Okay, let me conclude. The first we discuss the concept of the decision making under the risk. As a decision making under the risk, we are using two criteria: the expected monetary value and expected opportunity loss. An expected monetary value, that means we are considering the probability, just considering the probability and assigning the probability. Probability ആണ് important. Probability നമ്മൾ assign ചെയ്യുന്നു.
then probability, and after that we find out the expected monetary value, that means act into corresponding probability, and we getting the first act 32 and 24 and selecting the maximum. This EMB is always selecting the maximum. 32 is the EMB. This EMB is A1 is a greater, and expected opportunity loss is considering the opportunity loss table. Same logic, but you are considering the opportunity loss. So find out the opportunity loss table from the from the payoff table. Opportunity loss table നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. Then correspond ചെയ്യുന്ന പ്രോബിലിറ്റി നമ്മൾ ഓരോ ആക്ട് വൈസും മൾട്ടിപ്ലൈ ചെയ്തു. Then selecting the minimum. അതിൽ ഏറ്റവും മിനിമം ആണ് അതിന്റെ എക്സ്പെക്ട് ഓപ്പർച്യൂണിറ്റി ലോസ്. ഇവിടെ മിനിമം വരുന്നു. മിനിമം ഈസ് A1. A1ലാണ് 0. A1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Now after the expected value perfect information is the difference between the expected value with the perfect information minus maximum EMB. Okay, and for this purpose there is a payoff table and there is a probability, so just assigning the probability 0.5, 0.4, 0.1, there is S1, S2, S3 and 0.5, 0.4, 0.1. Okay, and after that act wise consider the multiply with the probability, A1 into probability, A2 into probability, A3 into probability. We will getting the values and selecting the maximum 29.5, that is EMB, that's the 29.5 is the EMB. And after that consider calculate the expected value with the perfect information. For that purpose we consider highest value, that state of nature wise highest value, S1 30, S2 35, S3 40. Now arranging the S1, S2, S3 and highest value the S1 30, S2 35, S3 40, and represent the probability. This is a 0.5, 0.4, 0.1, 0.4, 0.4, 0.5, 0.4, 0.1, and multiply 30 into 0.5 is a 15, 35 into 0.4 14, 40 into 0.1 is a 4, and take the total 15 plus 14 plus 4 is a 33. That's the expected value with the perfect information. This is the expected value with the perfect information. Then 33. Then find out the expected value with the expected value of perfect information. EVPI, expected value of the perfect information. That's expected value with the perfect information minus maximum. The expected value with the perfect information 33. 33 minus the maximum is 29.5. That is a 3.5 is the expected value of the perfect information. Okay, these are the important elements in the decision making process. There is an expected opportunity loss table, an expected monetary value, and expected value of the perfect information. And expected value of the perfect information is always the differences between the expected value with the perfect information minus your the expected monetary value. And we get the EVPI from this formula. And these are the important elements. One is the decision making under the risk, and another one is the expected value of the perfect information. Okay, anyway, thank you so much, and thank you for watching me.